കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തോളം ആകുന്നു. മാരേജ് റിലേറ്റഡ് ഇഷ്യൂ ആയിട്ട് വന്ന ആ പെൺകുട്ടി ചോദിക്കുകയാണ്, ഞാനൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇതുവരെ അവരെ വലിയ പരിചയമില്ല, ഞാൻ പുതുതായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്, എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യല്ലേ അവർ വേണ്ടത്, അങ്ങനെ അവർ ചെയ്യാതെ വന്നപ്പോൾ എനിക്ക് തീരെ അഡ്ജസ്റ്റ്മെൻറ്റ് സാധ്യമായില്ല എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എല്ലാവരും ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നു, അവൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ടായിട്ട്, മുന്നോട്ടുള്ള പഠിത്തത്തിനും ജോലിക്കും ഒക്കെ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അവളെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് അവൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ എന്താണ് ഈ റിയലിസ്റ്റിക് ആയിട്ട് മാരേജിനെ പറ്റി നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത്? അതിനൊരു ഉദാഹരണമാണിത്. പലപ്പോഴും നമ്മൾ റിയാലിറ്റി ആലോചിക്കണം. മാരേജ് എന്ന് പറയുന്നത് പലപ്പോഴും പുരുഷന്മാർക്ക് തന്നെ ഡോമിനൻസ് ഉള്ള ഒരു കാര്യമാണ്. അതിൽ ഇക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ പലരും പറയും ഇക്വാളിറ്റിയുടെ ആവശ്യമില്ല, അത് ഒക്കെ ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനെ വെറുതെ സ്ത്രീകൾക്ക് അവയർനെസ് കൊടുക്കുന്നു, വെറുതെ അവർ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നു. മുന്നേ ഉള്ള കാലത്തെ പോലെ എല്ലാം സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ഈ ജോലിക്കൊക്കെ പോകുമ്പോഴേക്കും അവർക്ക് അഹങ്കാരം കൂടുകയാണ് ചെയ്യുന്നതെന്നൊക്കെ ആൾക്കാർ പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്. പക്ഷെ ഇന്ന് പണ്ടത്തെ പോലെ അല്ലല്ലോ. സ്ത്രീകളെല്ലാവരും തന്നെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. സ്ത്രീകളും പുരുഷനും എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിയില്ലാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി അങ്ങനെ ആൾക്കാർ അധികം ചിന്തിക്കില്ല. എല്ലാവരും ഒരു അവരവരുടെ ക്വാളിറ്റി, അവരവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയൊക്കെ വളരെ അവെയർ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് ഇക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചിലപ്പോൾ പണ്ടത്തെ ആ ഒരു രീതി ഫോളോ ചെയ്ത് എന്താ കുഴപ്പമെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഇക്വാലിറ്റി വരുമ്പോൾ അവിടെ എത്രമാത്രം ക്വാളിറ്റി ആ ലൈഫിനുണ്ട്. ഒരാൾ മാത്രം സഫർ ചെയ്യുകയും മറ്റേ ആൾ എല്ലാ കാര്യങ്ങളും ഒരു നിയമം ക്രിയേറ്റ് ചെയ്ത് പറയുന്നത് പോലെയാണെങ്കിൽ അവിടെ മറ്റേ ഒരു വ്യക്തിക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഒരു ട്രാപ്പിൽ പെട്ടതുപോലെ, ഇതൊരു ഒരു നല്ലൊരു കാര്യമല്ലാത്തതുപോലെ ഫീൽ ചെയ്ത് തുടങ്ങും. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്, നവവധു ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ എക്സ്പെക്റ്റേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവണം. പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യും. മറ്റൊരാളുടെ വീട്ടിൽ ഒരു കുഴപ്പമില്ല, അവരുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അവരെ പറ്റി ആളുകൾ പറയുന്നത് കേൾക്കുമ്പോഴോ വളരെ ഹാപ്പി ആയിട്ട് അവരിരിക്കുന്ന പോലെ തോന്നുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ മാത്രമാണ് പ്രശ്നം. ചിലപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയും, മറ്റാർക്കും കുഴപ്പമില്ലല്ലോ, നിനക്ക് മാത്രം എന്താണ് പ്രശ്നം? റിയാലിറ്റി എന്ന് പറയുന്നത് വീട്ടിൽ രണ്ട് രീതിയിൽ വളർന്നു വന്ന ആളുകൾ ഒരുമിച്ച് താമസിക്കാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്, മറ്റൊരു വീട്ടിലും ഇല്ലാത്തതാണെന്ന് കരുതി നമ്മൾ അതിനെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വഴക്കുകൾ കൂടാനായിട്ട് നിൽക്കരുത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും വല്ലാത്ത പ്രശ്നം ഉണ്ടാവും. കാരണം ഇത് റിയാലിറ്റി എന്താണ്, ഇത് എല്ലായിടത്തും നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പലപ്പോഴും പെൺകുട്ടികളെ, അതായത് കല്യാണത്തിന് ശേഷമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസിന് കൊണ്ടുവരുമ്പോൾ അവരുടെ സ്വന്തം പേരൻസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരാണ് വന്നതെങ്കിൽ പോലും അവർ പറയാറുണ്ട്, നമ്മളോട് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അവൾ അഡ്ജസ്റ്റ് ചെയ്യണം, അവൾക്ക് അങ്ങനെ ജോലിക്ക് പോകുന്നതൊക്കെ കുട്ടികളെ നോക്കാൻ അവൾക്ക് പറ്റാതാവും, അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നീഡ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. അതിനാണ് ഞങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് പലപ്പോഴും സൈക്കോളജിസ്റ്റ് ഒരു മീഡിയേറ്റർ ആണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഈ വ്യക്തിനെ പറഞ്ഞ് ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ കാണാറുണ്ട്. സൈക്കോളജിസ്റ്റ് എപ്പോഴും ആ വരുന്ന വ്യക്തിയുടെ വെൽബീയിങ്ങിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. ഇത് വലിയ പ്രശ്നമില്ലാതെ രണ്ടു കൂട്ടർക്കും സമാധാനമായിട്ട് പോകാൻ പറ്റുന്നൊരു അന്തരീക്ഷമായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലാക്കണം. എപ്പോഴും ആ വ്യക്തിക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന രീതിയിൽ മാത്രമേ സൈക്കോളജിസ്റ്റ് അവിടെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സാവധാനം ഈ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഒരാൾക്ക് ഒരു നിർബന്ധം പിടിച്ച് നമ്മൾ കുറേ റൂൾസ് പറയുമ്പോഴായിരിക്കില്ലായിരിക്കും അയാൾക്ക് സമാധാനം കിട്ടുന്നത്. അയാൾക്ക് അയാളുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോഴായിരിക്കും. അപ്പോൾ ഫാമിലി ലൈഫിൽ ഇത് വളരെ പ്രധാനമാണ്. ഈ ഈക്വാലിറ്റിയുടെ കാര്യം പറയുമ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് മറ്റ് ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് അധികം ഇല്ലാതെ വരുമ്പോഴായിരിക്കും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആയിട്ടിരിക്കാൻ കഴിയുക.